ദൈവം എന്നെ ഏതിലൂടെ പോയാൽ പ്രശ്നം, നീ എവിടെ ചാടിയാൽ ഏത് ആൾക്കാർ വിശ്വസിച്ചാൽ എങ്ങനെയൊക്കെയെന്ന് തന്നെ ദൈവം ഉരുക്കി വാർത്ത പഠിപ്പിച്ച കുറേ നിമിഷങ്ങളായിരുന്നു അത്. 2008 ഞാൻ ഒരു 65 ലക്ഷം രൂപകളും കടമായി, ഒന്നുമില്ലാത്തവനായി. അതിൻ്റെ ആൾക്കാർ സംഘാടകരൊക്കെ ഫ്രണ്ടിൽ എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ഞാൻ വണ്ടി ചെന്ന് ഇറങ്ങുന്നത് കറക്റ്റാ പൈസ കൊടുക്കാൻ അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ. പുള്ളി അവിടെ പബ്ലിക്കായിട്ട്, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാം, നിനക്ക് എത്ര നാൾ പറ്റിച്ചെടുക്കാൻ പറ്റും, നീ ഇതൊരു കോമാളിയുടെ പോകുന്നത്, നീ പൈസ രണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഉരുകുവാണ്. അങ്ങനെ കർത്താവ് എന്നുള്ള ആൽബം ഇറക്കി. പിന്നീട് രണ്ടാമത്തെ ആൽബം ഈ സെജോ ജോനെ വെച്ചിട്ട് സൃഷ്ടാവ് എന്നുള്ള ആൽബം ഇറക്കി. മൂന്നാമത്തെ ആൽബം ഈ സെജോനെ വെച്ച് നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ വെച്ച് ചെയ്ത് ഹിറ്റാക്കി കഴിഞ്ഞാൽ കുറേ നാളുകൾ അദ്ദേഹമാണ്. അപ്പം ദിവ്യദാനത്തിൽ കെ ജി പെട്ടർ വന്നു, ദിവ്യസമ്മാനം കെ ജി പെട്ടറാണ്, ദ ഹാർട്ട് എന്ന ആൽബം കെ ജി പെട്ടറാണ്. അങ്ങനെ കുറേ ആൽബങ്ങൾ അദ്ദേഹത്തെ വെച്ച് ചെയ്തു. അതിന് സെജോ വന്നു, കുറേ ആൽബങ്ങൾ ചെയ്തു. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഇപ്പം നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബാക്കപ്പായി. ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വലിയ കോടീശ്വരനാവുമൊന്നുമല്ല. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടി ആദ്യം സ്ഥലം മേടിക്കുക അങ്ങനെയൊന്നും എൻ്റെ ചിന്തയിൽ പോയില്ല. എനിക്ക് ഒരു പാട്ട് ഇറക്കണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഇപ്പോൾ ഇത്രയും പാട്ടിറക്കി. അന്ന് 100-200 പാട്ടൊക്കെ ആയിട്ടുള്ളൂ. ഇത്രയും പാട്ടുകൾ ഇറക്കി. ഇനി നല്ല നല്ല പാട്ടിറക്കുക, പൈസ സമ്പാദിക്കുക, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. വരുന്നു, അടുത്ത പ്രൊഡക്ഷൻ നടക്കുന്നു, ഇവിടെ കാസറ്റ് പ്രിൻ്റ് അടിക്കുന്നു, ഇത് പരസ്യം കൊടുക്കുന്നു, കിട്ടുന്ന മുഴുവൻ അങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൃഷ്ടാവ് എന്നുള്ള ആൽബം ഇറക്കുന്നു. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എടാവേ, നമ്മുടെ അയൽവക്കത്തുള്ളവരും ഒക്കെ പറഞ്ഞു, നിനക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ക്രിസ്ത്യൻസ് അല്ലാത്തതുകൊണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഒത്തിരി പേരുണ്ട്. നീ ക്രിസ്ത്യൻ മാത്രം ഇറക്കുമ്പം അത് സുഖമായ പരിപാടിയല്ല, ഞങ്ങളുടെ പാട്ട് വേണ്ടെന്ന് ചോദിച്ച്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാമിലി വെച്ചപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഹർട്ട് ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഹിന്ദു ഡിവോഷനിലേക്ക് പയ്യെ കാലെടുത്ത് വെക്കുകയും ഒരു ചേട്ടനനിയും കൂടെ ഈ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റിൻ്റെ ഹോൾസെയിൽ വ്യാപാരിയായിട്ടുള്ളൊരു പുള്ളി അനീനയും കൊണ്ട് വന്നിട്ട് അയാൾ ചെയ്ത് വെച്ചൊരു 10 പാട്ട് ശരണം എന്ന പേരിൽ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് കന്നഡ, തമിഴ്, മലയാളം, തെലുങ്ക് 4 ഭാഷകളായിട്ട് ഒറ്റ ആൽബം ഇറക്കി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഫണ്ട് അതായത് കാസറ്റ് സി ഡിയൊക്കെ ഞാൻ ആഫ്റ്റർ പ്രൊഡക്ഷൻ ഞാൻ പ്രൊഡക്ഷൻ അവർ ചെയ്തോളാമെന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചു. അതിൻ്റെ നല്ല രീതി ഓർക്കസ്ട്രേഷൻ ലൈവ്, അന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാം ഫുൾ ലൈവ് ഇൻസ്ട്രുമെൻ്റാണ്. വയലിൻ, ഗിറ്റാർ, സിത്താർ, ഫ്ലൂട്ട്, തബല, എല്ലാ സാധനവും ലൈവ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പലരും കീബോർഡ് ഫീഡിങ് മാത്രമാണ് പ്രൊജക്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഹെവി ആയിട്ട് ചെയ്ത് വെച്ച് സുധീർ കുമാറും അജയ് വാര്യർ, മറ്റേ അഫ്സൽ, അങ്ങനെ കുറേ പേര് വെച്ചിട്ട് പാട്ട് ഇറക്കി. ഇവർ പാട്ടിൻ്റെ റെക്കോർഡിങ് തീരാറായപ്പോഴത്തേന് ചേട്ടനെ ഇങ്ങോട്ട് ഒറ്റ മുങ്ങലങ്ങ് പോയി. അപ്പം അതെനിക്ക് ഭയങ്കര എടുത്താൽ പൊങ്ങാത്തൊരു ബാധ്യത, വലിയൊരു ഒരു ഇതായി. അതിന് കൂടെ നമുക്ക് നേരത്തെ കാസറ്റുകളുടെ പരസ്യങ്ങൾ ഇതെല്ലാം ഫണ്ട് ശകലം എനിക്ക് പണി കിട്ടിയ മൊത്തം തീരുന്ന രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് എൻ്റെ തലയിലായിപ്പോയി. അപ്പോൾ പിന്നെ എനിക്കത് ഇറക്കാണ്ടിരിക്കും. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് പോയി, ഞങ്ങൾക്കൊരു ബിസിനസ് ഒരു നഷ്ടം വന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്നാളിത് നിങ്ങൾക്ക് തരും, വാക്ക് പറഞ്ഞ് പാലിക്കും, എൻ്റെ അനിയന് വേണ്ടി നിങ്ങളിത് ഇറക്കാതിരിക്കുന്നതൊക്കെ പറഞ്ഞ് ലെറ്റർ ഇപ്പോഴും എൻ്റെ ഇരിപ്പ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 10-20 വർഷം പഴക്കമുള്ള ലെറ്റർ. പക്ഷെ അതെനിക്കൊരു നല്ല പണിയായിപ്പോൾ അവർ തന്നത്. പക്ഷേ ഞാനത് ഇറക്കി. ഹിന്ദു ഡിവോഷനിലാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. ഒത്തിരി പേടിയാണ്. പക്ഷേ അതിനകത്ത് ഞാൻ അത് റിലൈസ് ചെയ്തത് ഏറ്റുമാനൂർ അമ്പലത്തിൽ വെച്ചിട്ട് അന്നത്തെ ശബരിമല തന്ത്രി ശ്രീ രാജീവ് കണ്ഠരൻ, എൻ്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. അവിടെ ചെന്ന് ഞാനും നെറ്റി ചന്ദനം തൊട്ട് രാജീവ് കണ്ഠരും ഒക്കെ ഏറ്റവും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് എനിക്കെല്ലാവരും മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെയും എല്ലാവരെയും ഇഷ്ടമാണ്. ഞാനും ഹിന്ദു അമ്പലത്തിൽ ഒരുപാട് സ്ഥലത്ത് ശബരിമല 3-4 പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. അവിടെ രാജീവ് കണ്ഠരൻ്റെ സ്ഥാനത്തിൽ അവിടെ റിലീസ് ചെയ്തു. ഒരു നെറ്റിയൊരു ചന്ദനം തൊട്ട് ഫോട്ടോ എടുത്തു. അത് ദീപികയിലൊക്കെ ചെറിയ കോളത്തിലൊരു ന്യൂസ് പോലെ വന്നു. അത് എനിക്ക് നമ്മുടെ സഭകളിൽ നിന്നൊക്കെ കുറേ പ്രശ്നമുണ്ടായി. അവൻ ഭക്തിയാനം ഇറക്കി കുറച്ച് കയറിയപ്പോൾ തന്നെ അഹങ്കാരമായി. അവൻ ചന്ദനമൊക്കെ തൊട്ട് അമ്പലത്തിൽ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിമർശനങ്ങളും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ നമ്മുടെ സഭകളിൽ നിന്ന് തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. വീട്ടുകാരും എല്ലാം കൂടെ സമ്മർദ്ദമായിപ്പോയി. പക്ഷേ ആ കാസറ്റ് ഉദ്ദേശിച്ച പോലെ സെയിലായില്ലെന്ന് തന്നെയല്ല, ഈ കാസറ്റ് ശബരിമലയിൽ സെയിൽ ചെയ്യുന്ന ഒരു സുഹൃത്ത് വന്നിട്ട് ഈ കാസറ്റ് കംപ്ലീറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് കുറേ കൂടുതൽ അടിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ റിയാൻ സ്റ്റുഡിയോയിൽ നിന്ന് കടത്തിൽ കുറേ കാസറ്റുകൾ, കുറേ എന്ന് പറഞ്ഞാൽ ഓരോ കാസറ്റ് എനിക്ക് തോന്നുന്നൊരു 10,000 വെച്ച് കോപ്പിയാണ് വെച്ചാൽ അത്ര ശബരിമലയിലെ ഹോൾസെയിൽ ഡീലറാണ്. അയാൾക്ക് ലക്ഷക്കണക്കിന് കാസറ്റ് വിറ്റയക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ വർഷം മെയിൻ ഈ കാസറ്റായി വിൽക്കുന്നത്, അടിച്ചു കൊടുക്കാം. പാട്ടൊക്കെ നല്ലായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 ഭാഷകളുണ്ട്. ശബരിമലയിലാണെങ്കിൽ എല്ലാ ടൈപ്പ് ആൾക്കാർ വരുന്നതാണ്. അങ്ങനെ 4 ഭാഷകളിലെ കാസറ്റ് ഞാൻ അടിച്ച് പുള്ളി അന്ന് ടെമ്പോ ട്രാവലറാണ് ഉണ്ടായത്. ഞാൻ ലെറ്റർ ഹെഡ് എഴുതി ഇത് വിൽക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത്
അങ്ങനെ കൊണ്ടുപോയി. പുള്ളി അന്ന് എനിക്ക് ചെറിയ നിസ്സാരമായിട്ട് കൊണ്ടുപോയി CD-യുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 7-8 ലക്ഷം രൂപയുടെ സാധനമുണ്ട്. പക്ഷേ എനിക്ക് 10,000 രൂപ അഡ്വാൻസ് പുള്ളി പറഞ്ഞു എനിക്ക് ഫണ്ട് ഇങ്ങനെ അവിടെ എടുക്കാൻ വേറെ എന്ത് സാധനം എടുക്കാണെന്ന് പറഞ്ഞ് തന്നുപോയി. ആ കൊണ്ടുപോയതല്ലാതെ ആ പുള്ളി 5 പൈസ തന്നില്ല. ഞാനൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമല പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ 4 പ്രാവശ്യം ശബരിമല പോയത് പൈസ മേടിക്കാനാണ്. ഞാൻ ചെല്ലും, അയാൾ മുങ്ങും, ഞാൻ ചെല്ലും. അതായത് ആദ്യത്തെ പ്രാവശ്യം ശബരിമല മുകളിൽ കയറിയപ്പോൾ ഞാൻ ഛർദ്ദിച്ച് നാശമായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കണേ. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് വൊമിറ്റ് ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ മലയാറ്റൂർ കയറുന്നതിൻ്റെ 10 ഉണ്ട് ശബരിമല കയറണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയി. പിന്നെ ഞാൻ അവിടെ ചെല്ലും, പുള്ളി അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ എനിക്ക് പൈസ കിട്ടിയില്ല. അപ്പോൾ അത് പുള്ളി എനിക്കൊരു ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊടുത്തു. എനിക്ക് വേറെ ഓപ്ഷനില്ല. ഞാൻ കേസാക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. കേസാക്കി. അങ്ങനെ കുറേ പ്രശ്നമുണ്ടായി. ഒരു സൈഡിൽ അത് പിന്നെ കടകളിൽ പോലും 8 നിലയിൽ പൊട്ടി. അതായത് പൈസ മുടക്കാമെന്ന് പറഞ്ഞാൽ അവരിട്ടിട്ട് പോയി, കാസറ്റ് വിൽക്കാൻ കൊണ്ടുപോയി അവരിട്ടിട്ട് പോയി. അപ്പോൾ എനിക്ക് നല്ല പണി എല്ലാ രീതിയിൽ നിന്ന്. എനിക്ക് കാസറ്റ് അടിച്ചു കൊടുത്ത റിയാന് ക്യാഷ് കൊടുക്കണം, ലേബൽ അടിച്ചെടുത്ത് എന്തോരോ 10-20,000 വെച്ച് കവറൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ എത്ര രൂപയായെന്ന് അറിയാം. അനശ്വര എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ പ്രസ്സിൽ നിന്നാണ് ഞാനത് അടിച്ചത്. അപ്പോൾ അവർ ചോദിക്കുന്നു, റിയാൻ സ്റ്റുഡിയോയിൽ ചോദിക്കുന്നു, എനിക്കാകെ ഞെരുക്കി ആകെ വല്ലാത്ത. അതിൻ്റെ ഇടയ്ക്ക് ഈ ഹിന്ദുരൂഷ ഇറക്കിയതിൻ്റെ പഴികൾ, ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കൊണ്ട് ഫീൽഡിൽ വന്ന് വെട്ടല്ലോ, വരണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത നിമിഷങ്ങൾ ആ സമയത്ത് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് തിരിച്ചറിവായി ഞാൻ ക്രിസ്ത്യൻ ഡിവോഷനിലാണ്ട് തൊട്ട് അങ്ങോട്ട് പണി കിട്ടിയാന്ന് മനസ്സിലായി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം അത് അത്ര ആഴത്തിൽ ബോധ്യമായില്ല. പിന്നീട് ഞാനൊരു 2 മാപ്പിളപ്പാട്ട് ഇറക്കി. യാ മഹജവി, റംസാൻ നിലവിൽ. എൻ്റെ ഓഫീസിൽ നിന്ന് സ്റ്റാഫായിട്ടൊരു പയ്യൻ, അവന് പാട്ടൊക്കെ എഴുതാൻ മാസങ്ങളെന്ന് അവന് ആഗ്രഹം പറഞ്ഞു. അവനെ വെച്ചിട്ട് മാർക്കോസിനെ വെച്ചിട്ട് വർക്ക് ഇറക്കി. ഇതെല്ലാം 8 പൊട്ടി. അപ്പം അത് കഴിഞ്ഞും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു ദിലീപ് നാദിർഷ കൂട്ടുകെട്ടിലെ ഏറ്റവും വലിയ ഹിറ്റാണ് ഓണത്തിന് ഇറങ്ങാറുള്ള ദേ മാവേലി കുമ്പത്ത്. അപ്പം നമുക്ക് കുറച്ച് പൈസയായി കഴിയുമ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ ഇതാണല്ലോ, പിന്നെ പുളിങ്കുപ്പ പിടിക്കണം എന്നുള്ളതാണല്ലോ. അപ്പം ഞാനന്ന് കാസറ്റ് ഡിവോഷനിലാണെങ്കിൽ അത്യാവശ്യം പേരായി. പത്രങ്ങളിലും അവരോട് എല്ലാം ഇടയ്ക്ക് ഇൻ്റർവ്യൂ, ഏഷ്യാനെറ്റിലൂടെയൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ. ക്രിസ്മസൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും വിളിക്കും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ദിലീപിൻ്റെ കൂടെയൊക്കെ നാദിർഷയുടെ കൂടെയൊക്കെ ഇരിക്കാമല്ലോ, നമുക്കെപ്പോഴും നമ്മളെക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിൽ എല്ലാവരും നമ്മൾ ഇഷ്ടമാണ്. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആരെ കണ്ടാലും നമുക്ക് അവരോട് ഫോട്ടോ എടുക്കാനും അവരോട് ഇരിക്കാനും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ദേ മാവേലി കുമ്പത്ത് എന്നുള്ള ആൽബത്തിൻ്റെ നാദിർഷയായിട്ട് സംസാരിച്ച്, നാദിർഷ എല്ലാ വർഷവും കൊട്ടേഷനിലാണ് ആൽബങ്ങൾ ഔട്ട്റേറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാനവിടെ എറണാകുളത്ത് റിയാനിൽ വർക്ക് എടുക്കുന്ന സമയത്ത് പുള്ളിനെ കണ്ടു. പുള്ളി സംസാരിച്ചപ്പോൾ അത് ആ വർഷം എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു തന്ത്രി ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയൊരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവേലി കുമ്പത്ത് എന്നുള്ള ആൽബം അതിന് ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ദേ മാവേലിയും ഫ്ലാറ്റിൽ നിന്നായിരുന്നു. കാരണം തന്ത്രിനെ അറസ്റ്റ് ചെയ്ത് ഫ്ലാറ്റിലായതുകൊണ്ട് അവരതിൻ്റെ ക്യാപ്ഷൻ അത് ഇട്ടു. അപ്പോൾ അങ്ങനെ ആ കാസറ്റ് ഞാൻ എടുത്തു. അതിൻ്റെ പ്രൊഡ്യൂസർ ഞാനായി, ദേ മാവേലി. അപ്പം എനിക്ക് ദിലീപിൻ്റെ കൂടെ കുറേ ദിവസങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റി. അതിൻ്റെ അവസാനത്തെ ദിലീപിൻ്റെ ഓപ്ഷൻ എടുത്തത് അന്ന് പുള്ളി ഡോണോ അങ്ങനെ സിനിമയുടെ ബോൾഗട്ട് പാലസിലായിരുന്നു. അപ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് തിരക്കായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്ത്. അപ്പം ഞാൻ ധൃതി പിടിച്ചു. എനിക്ക് വളരെ ഒന്നാമത് ഈ ഓണത്തിൻ്റെ പാട്ടുകൾ ആൽബങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഓണം കഴിഞ്ഞാൽ പിന്നെ ആരും അത് കേൾക്കത്തില്ല. അപ്പോൾ ഓണത്തിന് ഒരു 2 മാസം മുമ്പ് റിലീസ് ചെയ്താൽ മാത്രം നമുക്ക് അതിൻ്റെ മുടക്ക് തിരിച്ചിട്ടുള്ളൂ. അത്രമാത്രം വലിയ ബഡ്ജറ്റുള്ളതാണ് ദേ മാവേലി കുമ്പത്ത്. അപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ നാദിർഷ ഇത് മാസ്റ്റർ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നാദിർഷ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട വന്ന് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് സ്റ്റുഡിയോയിൽ വന്നു. ലാലെന്ന് പറഞ്ഞ ഏട്ടനായിരുന്നു റെക്കോർഡിസ്റ്റ്. റിയാനിൽ വന്നിട്ട് മൊസാട്ടോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡ്. പുള്ളി അന്ന് ത്രോട്ടൊന്നും ശരിയായില്ല. അതൊക്കെ പിന്നെ ശരിയാക്കി കറക്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ. ദിലീപ് ജിനോ കുന്നുംപുറത്ത് പറയില്ലോ, അപ്പോൾ അത് കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ദിലീപ് പറഞ്ഞു ജിനോ കുന്നുംപുറത്ത് നിർമ്മിക്കുന്നതൊക്കെ പറഞ്ഞു. ദിലീപ് പറഞ്ഞപ്പോൾ നമുക്ക് രോമാഞ്ചമൊക്കെ വന്നു. പിന്നെ പുള്ളിയുടെ കൂടെ 2-3 ദിവസമൊക്കെ കമ്പനി വിടാനൊക്കെ പറ്റി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ കാസറ്റ് ഇറക്കണേക്കാൾ വലിയൊരു സന്തോഷമായിരുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടി ദേ മാവേലി കുമ്പത്ത് ഇറങ്ങി. അത് ഈ പറഞ്ഞ പോലെ നാദിർഷയും ദിലീപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പ്രൊമോഷൻ ചെയ്യാൻ ചാനലൊക്കെ വന്നിരിക്കുകയാണ്. പക്ഷേ അവരത് ചെയ്തില്ല. പക്ഷേ അവരെന്നെ കൊണ്ട് കുറേ പരസ്യമൊക്കെ കൊടുപ്പിച്ചു. മനോരമയിൽ ഈ പറഞ്ഞ പോലെ ഹോർഡിങ്സും ബോർഡിങ്ങും ഫ്ലക്സുകളും പരസ്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട്, ഡിവോഷനിൽ ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് അത് വെച്ചിട്ട് അവർ പറഞ്ഞ് ഞാനിങ്ങനെ കുറേ ചെയ്തു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷേ കാസറ്റ് എനിവേ അത്ര എല്ലാവരും നോക്കുമ്പോൾ ദേ മാവേലി കുമ്പത്ത് ഭയങ്കര സെയിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പരസ്യമൊക്കെ കൂടിപ്പോയതുകൊണ്ട് അതിന് മുകളിലേക്ക് നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതും ഫെയിലറായി. ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇറക്കിയ ഹിന്ദു ഡിവോഷനിലെ മാപ്പിളപ്പാട്ട്, കോമഡി എല്ലാം പൊട്ടി, 8 പൊട്ടി. അപ്പം
എല്ലാവരും പറഞ്ഞു ഇങ്ങനെയുണ്ട്, നിനക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നു, നിനക്ക് നല്ലൊരു അവസരം എന്നിട്ട് നീ അത് മിസ്യൂസ് ചെയ്തു, അപ്പോൾ അതിന് നിനക്ക് കിട്ടിയ ശിക്ഷയാണ്, നിന്നെ ഈ 8 കൊല്ലം നിന്നെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കി കളയും എന്നൊക്കെ പറഞ്ഞാൽ കുറേ വൈദികന്മാരും അവരും പിന്നെ വീട്ടുകാരെല്ലാം പറഞ്ഞപ്പോഴത്തേന് എനിക്ക് ആകെ തകർന്നു പോയി. കാരണം പൈസ ഒരുപാട് അപ്പത്തേനും എനിക്ക് കുറച്ച് പേരുണ്ടായിരുന്നുകൊണ്ട് എവിടെ ചോദിച്ചാലും ആരും പൈസ തരും, ആര് ചോദിച്ചാലും 5000, 10000, 1 ലക്ഷമൊക്കെ ചോദിച്ചാൽ ആൾക്കാർ പൈസ തരും. കാരണം നമുക്ക് നല്ല പേരാണ്, വേറെ പേര് ദോഷമൊന്നും വരുത്തിയിട്ടില്ല. അങ്ങനെ പലിശയ്ക്കും ഒക്കെ നമ്മൾ പല സ്ഥലത്തും പൈസ എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഈ ശരണം പൊട്ടിയതിൻ്റെ പൈസ സ്റ്റുഡിയോയിൽ കൊടുക്കാനുള്ളത്, അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ളടത്ത്, കോപ്പി അടിക്കുന്നിടത്ത്, പോസ്റ്റ് അടിച്ചെടുത്ത്, അങ്ങനെ പ്രിൻ്റ് അടിക്കുന്നിടത്ത് എല്ലാം നല്ല കടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഒരു സൈറ്റിൽ. നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ വലിയ സെലിബ്രിറ്റികൾ ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം നമ്മൾ ആ ലെവലിലും കുറച്ച് പോയി, മനുഷ്യനല്ലേ അങ്ങനെ പോയി. പക്ഷെ ഞാനത് പിന്നീട് തിരിച്ചറിഞ്ഞതെല്ലാം ദൈവം തന്നെ ഏതിലൂടെ പോയാൽ പ്രശ്നം, നീ എവിടെ ചാടിയാൽ, ഏത് ആൾക്കാർ വിശ്വസിച്ചാൽ എങ്ങനെയൊക്കെയെന്ന് തന്നെ ദൈവം ഉരുക്കി വാർത്ത പഠിപ്പിച്ച കുറേ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ഞാൻ വലിയൊരു കടക്കാരനായി. 2008 ഞാൻ ഒരു 65 ലക്ഷം രൂപയോളം കടമായി, ഒന്നുമില്ലാത്തവനായി, 0 1 കുറേ ആൽബങ്ങൾ ഇറക്കി, ആവശ്യമില്ലാത്ത കുറച്ച് പണിക്ക് പോയി, 65 ലക്ഷം കടമായി. വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ എനിക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനുണ്ടാക്കിയ 55 സെൻറ്റ് സ്ഥലവും വീടും കൂടെ വെറും 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റു. ഇപ്പോൾ ആ സ്ഥലത്തിന് 67 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഞാനത് പിന്നീട് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ഓർത്തവർ ഇന്നിപ്പോൾ അവർ ഈ വില പറഞ്ഞു, ജീവിതത്തിൽ മേടിക്കാൻ പറ്റി തിരിച്ചു പോകും. 1.5 ലക്ഷം രൂപയ്ക്ക് കൂടും. അത് മാവേലി മുമ്പത്ത് ഇറക്കി കഴിഞ്ഞിട്ട് കടയിൽ കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് 1.5 ലക്ഷം രൂപ കൊടുത്തപ്പോൾ പലിശ കൂടും കൊടുക്കാൻ പറ്റില്ല. ഡെയിലി കളക്ഷൻ അത് ഇതൊക്കെ ആയിട്ട് എനിക്ക് വീട്ടിലും നാട്ടിലെത്താൻ പറ്റിയില്ല. ഞാൻ പിന്നെ കരിങ്ങത്തിന് വാടകയ്ക്ക് വന്നു. ആ സമയത്താണ് കല്യാണം. അതിനുശേഷം പിന്നെ അവിടുന്ന് തൊടുപുഴയ്ക്ക് വാടക വന്നു. തൊടുപുഴയ്ക്ക് വന്നപ്പോൾ ഞാൻ കടം കയറി നാശമായിട്ട് നിൽക്കുക. അപ്പം വീട്ടിൽ ഒരേ ആൾക്കാർ വന്ന് ഓഫീസിൽ, തൊടുപുഴ ഓഫീസിൽ ഞാൻ വരുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കാൻ പാലയിൽ നിന്നുള്ള ആൾക്കാരോട് റെഡിയാക്കി. കാരണം അത്രയ്ക്കും പ്രശ്നമായിപ്പോയി, വിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കുറേ കടവും ബാധ്യതയും പലിശക്കാരും ഇതൊക്കെ ആയിട്ട് വളരെ അസ്വസ്ഥപ്പെട്ട് ജീവിതം വഴിമുട്ടി നശിച്ച് നിൽക്കുന്ന അവസ്ഥയിലൂടെ പോകേണ്ട എനിക്ക് വന്നിട്ടുണ്ട്. കടബാധ്യത എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരാൾക്ക് ഇപ്പോൾ ഫീൽഡിൽ ഒരു കളം പിടിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയി, അത് തന്നെയല്ല എനിക്ക് ഒരിക്കലും എന്ത് ചെയ്താലും ഒന്നും വിൽക്കാനോ ഒന്നുമില്ല, ഒന്നും വീട്ടാൻ പറ്റത്തില്ലാത്ത അത്രയും ഭീകരമായി പോയി. അപ്പോൾ ഈ കർത്താവ് എന്നുള്ള ആൽബം ഇറക്കിയ സമയത്ത് USA-ലുള്ളൊരു സുഹൃത്ത്, ഞാൻ ആ സമയത്തൊക്കെ നല്ല പേരാണ് എനിക്ക്. ഈ പരസ്യമൊക്കെ അതുപോലെ ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ ഇടയ്ക്ക് സെക്കൻഡിന് 800 രൂപ റേറ്റുള്ള സമയത്ത് പ്രൈം ടൈം ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗറിന് ഇടയ്ക്ക് 15 സെക്കൻഡ് കർത്താവ് എന്നുള്ള ആൽബം പരസ്യമിട്ട ആളാണ്. 15 സെക്കൻഡിന്, ഒരു സെക്കൻഡിന് 800 വെച്ച് 15 സെക്കൻഡ് അത്രയും നിങ്ങൾ കൂട്ടിക്കും. അങ്ങനെ ഒരു മാസം അത്രാണ്ട് ഞാൻ ഓടിച്ചു. അത്രയും പരസ്യമൊക്കെ കൊടുത്ത് അപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ പേരും ബ്രാൻഡും ഒക്കെ ആയി. അപ്പം ഞാനിങ്ങനെ കടക്കാരനെ കഴിഞ്ഞപ്പോഴത്തേനും USA-ലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ആ പുള്ളിക്കാരൻ ആ കാസറ്റ് USA വിൽക്കാനും, അതുപോലെ പുള്ളി എൻ്റെ പഴയ കുറേ ആൽബങ്ങൾ പുള്ളിയുടെ ഫോട്ടോയും ഒക്കെ വെച്ച്, പുള്ളിയുടെ അഡ്രസ്സൊക്കെ വെച്ച് പുള്ളിക്കും കൂടെ ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിയും കൂടെ ഇതിനകത്തുണ്ടെന്ന് അങ്ങനെയൊക്കെ ആക്കി പുള്ളി കുറച്ച് കാസറ്റൊക്കെ കൊടുത്തപ്പോൾ പുള്ളിക്ക് കുറച്ച് ഫണ്ട് കിട്ടി. അതുകൂടാതെ പുള്ളിക്കാരൻ കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രശ്നങ്ങൾ മേൽ അതിമേൽ ഭീകരമായിട്ടിരിക്കുന്നുണ്ട്. പുള്ളി ഇവിടെ വന്ന് ഞാനിവിടുത്തെ കുറേ ഷോകൾ, എനിക്കന്ന് ലൈവ് ഷോ ഉണ്ടായിരുന്നു, മെഗാ ഷോകൾ. പി ജോസഫ് സാർ അത് തൊടുപുഴ നടത്താറുള്ള കാർഷിക മേളയിലെ കുറേ വർഷങ്ങൾ, 13 വർഷക്കാലം ഞാൻ മെയിൻ ഷോ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഷോയ്ക്കകത്തൊക്കെ ആളെ കൊണ്ടുവരുന്നു. കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് എന്തോ ഒരു വലിയൊരു ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഈ കമ്പനി പുള്ളിയും കൂടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, അല്ലെങ്കിൽ ഞാൻ തകർന്ന് തരിപ്പണായി പോകും. അപ്പം വീട്ടാമെന്ന് പറഞ്ഞ് അദ്ദേഹം നാട്ടിൽ വരികയും ഞാൻ ഈ കടക്കാരുടെ എല്ലാം അവധി പറഞ്ഞ് മടുത്തു. ഇനി എന്നെ എവിടെയും വെച്ച് പ്രശ്നമാക്കാനുള്ള രീതി വരെ മാഫിയ പോലത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഭയങ്കര പേടിയിൽ നിന്ന് പൈസ മേടിക്കണമെന്നുണ്ട്. അങ്ങനെ മേടിച്ച പല ആൾക്കാരെ എടുത്ത് പിന്നെ ഞാൻ അവസാനം ഒരു ഡേറ്റ് കൊടുക്കുകയാണ്, കമ്പനി ഞാൻ കൊടുക്കുവാണ്, അമേരിക്കൻ ഒരാൾ വന്നിട്ടുണ്ട് അവർ എടുക്കുവാണ് എന്ന് പറഞ്ഞ് അവരോടെല്ലാം ഒരു ഡേറ്റ് പറയുകയും, ഈ അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്ത് ഇവിടെ വന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ ചെയറിൽ ഇരുന്നിട്ട് പുള്ളി കടം കൊടുക്കാനുള്ള ഓരോ ആൾക്കാരെ വിളിച്ച് പുള്ളിയുടെ ചെക്ക് എഴുതി കൊടുത്തു. ഞാൻ ഈ കമ്പനി എടുക്കുകയാണ്, ഈ പൈസ ഞാൻ തന്നോളാം എന്നും പറഞ്ഞ് പുള്ളി എല്ലാവർക്കും ചെക്ക് എഴുതി കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കമ്പനി പോയാലും വേണ്ടിയല്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇമേജിൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ഓർക്കണം. ആ സമയത്തൊക്കെ എന്നെ ഒരുപാട് പ്രോഗ്രാമിന് ഗസ്റ്റായിട്ടൊക്കെ ചെറിയ ഷോയ്ക്കും യൂത്തിൻ്റെയും പല ഗൾഫ് ഉദ്ഘാടനത്തിനും അങ്ങനെയൊക്കെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. കടക്കാരുടെ ഞാൻ എവിടെ പോയാലും അവിടെ കട കൊടുത്ത ആൾക്കാരുണ്ടാവും. ഒരു ഉദാഹരണം, ഞാൻ ഒരു അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇതെല്ലാം എന്നെ സഹായിച്ച കേട്ടോ. ആരും ബ്ലേഡിനായിട്ട് എനിക്ക് തന്നാൽ ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച്
എൻ്റെ ആ അന്നത്തെ ഫെയിം കണ്ടിട്ട് ഇവൻ രക്ഷപ്പെടും സാധ്യതയുണ്ട്, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ, പിന്നെ പരസ്യങ്ങളെല്ലാം കണ്ടപ്പോൾ ആൾക്കാർക്ക് തോന്നി. അപ്പോൾ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി തന്നാണ്. ആരും എനിക്ക് അല്ലാണ്ടൊരു എൻ്റെ കയ്യിൽ നിന്ന് പൈസ അങ്ങനെ മേടിക്കണമെന്ന് ഓർത്തല്ല. അപ്പോൾ പാലയുള്ളൊരു അഡ്വക്കേറ്റ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നാണ്. ഒരു കുറേ പൈസ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, ആളെ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റാത്ത സാരി നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പാലയിലൊരു വലിയൊരു ക്ലബിൻ്റെ ചിരി ക്ലബ്ബ് എന്ന് പറയും, അവരുടെ ഒരു ഇനാഗുറേഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ടിപ്പ് ടോപ്പായിട്ട് അന്ന് നടക്കുന്ന ആളെ, പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നടപ്പെടുപ്പൊക്കെ നല്ല രീതിയിൽ അന്നും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് കയ്യിലൊരു പിന്നെ വെള്ളി ചെയിനും കഴുത്തൊരു മാലയ്ക്ക് ഇട്ട് നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് ഞാൻ അന്ന് എനിക്ക് മാരുതി സ്വിഫ്റ്റ് ആയിരുന്നു തോന്നുന്നു. ഞാനിങ്ങനെ വണ്ടിയിൽ ചെന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉദ്ഘാടനത്തിന് ആൾക്കാരെല്ലാം അതിൻ്റെ സംഘാടകരൊക്കെ ഫ്രണ്ടിൽ എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നു. ഞാൻ വണ്ടിയിൽ ചെന്ന് ഇറങ്ങുന്നത് കറക്റ്റാണ് പൈസ കൊടുക്കുക അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ. പുള്ളി അവിടെ പബ്ലിക്കായിട്ട്, നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാം, നിനക്ക് എത്ര നാൾ പറ്റിച്ചെടുക്കാൻ പറ്റും, നീ ഇതൊരു കോമാളിയുടെ ഇടപെടണം, നീ പൈസ രണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവർക്കൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് അറിയില്ല. ഞാൻ ഉരുകുവാണ്, സർ പ്ലീസ് പ്ലീസ് ഞാൻ തരാം, ഞാൻ വൈകുന്നേരം വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് പയ്യെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ ഭയങ്കരമായിട്ടുള്ള അവിടെ മാറ്റിച്ച് കളഞ്ഞു. പക്ഷെ എനിക്കന്ന് സംസാരിക്കാനൊന്നും പറ്റിയില്ല, എന്നെ ഷിവറിങ് ആയിരുന്നു, എനിക്ക് ചെറിയ അസ്വസ്ഥതകൾ പോലും എനിക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അവിടെ ചെന്നു, അവർ ചോദിച്ചു, ഞാൻ പറഞ്ഞു അത് ഒഴിവായി പറഞ്ഞു, അത് എന്നെ എന്താ പറയുക. പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞത് അങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങൾ. ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങിയ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ പോയ ആളാണ് ഇപ്പം ഇരിക്കുന്ന ആൾ. പക്ഷെ അവിടെ നിന്ന് തളരാതെ ദൈവം ശക്തി പകർന്ന് എന്നെ നശിച്ചു പോകാതെ, ബൈബിൾ പറഞ്ഞേക്കുന്ന പോലെ നിന്നെ ഞാൻ നശിക്കാൻ ഇടവരുത്തിയല്ല എന്ന് പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടി ദൈവം എന്നെ നിലനിർത്തി. അപ്പോൾ അങ്ങനെ വന്ന് ഈ പുള്ളിക്കാരൻ അമേരിക്കയിൽ നിന്നുള്ള ആൾ വന്ന് അതിൻ്റെ ചെയറിയിരുന്നു. ഓരോരുത്തർ വരുന്നു, അവർക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാനുള്ള പൈസ ഇൻട്രസ്റ്റിൽ പെട്ട് ചെക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരാൾ ബിഷോപ്പറൊക്കെ ആയിട്ട് ഒത്തിരി പൈസ കൊടുക്കാനുള്ള ബിഷോപ്പറായിട്ട് പൈസ കിട്ടുന്നിടത്ത് വന്നു. അപ്പോൾ ചെക്കാന്ന് പറഞ്ഞപ്പോൾ ചിലർ അസ്വസ്ഥപ്പെട്ടു, ഞങ്ങൾക്ക് പൈസ വേണ്ട, ചെക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഏറ്റതാണ്, ഞാനാണ് ഡീലിങ്, പുള്ളിയായിട്ട് ഡീലിംഗ് ഒന്നുമില്ലെന്ന് പറഞ്ഞു വിട്ടു. പുള്ളി അത് കഴിഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇപ്പോൾ പോവാണ്, ഒരു 3 ദിവസത്തിൽ അക്കൗണ്ടിൽ പൈസ വരും, അപ്പോൾ അവർക്ക് കൊടുത്ത ഡേറ്റിൽ ചെക്ക് പാസ്സാവുമെന്ന് പറഞ്ഞു. പുള്ളി ഇവിടുത്തെ ഒരു പോക്ക് പോയിട്ട് ഫോണും ഇല്ല, തന്ന നമ്പറും ഇല്ല, സ്വിച്ച് ഓഫായി, ചെക്കെല്ലാം ബൗൺസായി. ആൾക്കാർക്ക് പഴയൻ്റെ 10 ഇരട്ടി വാശിയായി. നീ ഒരാളെ കൊണ്ട് ഷോയ്ക്കിരുത്തി ഞങ്ങളെ പൊട്ടം കളിപ്പിക്കാമെന്ന് വിചാരിച്ചെന്ന് ചോദിച്ചൊക്കെ ഭയങ്കര ഇഷ്യൂ ആയി. ആൾക്കാർ വീട്ടിൽ വന്ന് അമ്മയോടും ഒക്കെ വഴക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളായിപ്പോയി. നമുക്കറിയാം ഒരാളെ പ്രൊവോക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട്, കൊടുത്തില്ല ആ ഒച്ചമ്പേളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോ കാണിച്ചെന്നുള്ള രീതിയായി. അമേരിക്കക്കാരനെ അതെ ഞാൻ ഒരു നാടകം കളിച്ചെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം വന്ന് കയ്യിൽ നിന്ന് സകല പിടിയും വിട്ട് പോയി. പക്ഷേ എന്നാലും ഞാൻ രഹസ്യമായിട്ടും ഒക്കെ പോയി പിന്നെ കണ്ണൂർ സൈഡിലൊക്കെ പോയിട്ട് അവിടെ ധ്യാനകേന്ദ്രങ്ങൾ, ഒരുപാട് ധ്യാനകേന്ദ്രങ്ങളിൽ ഒക്കെ CD കൊണ്ട് കൊടുക്കുകയും, പിന്നെ ഞാനൊരു വേറൊരു കാര്യം ചെയ്തു തന്നെ ആ സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റുകൾ CD വിൽക്കുന്നൊരു പരിപാടി കേരളത്തിൽ ഫസ്റ്റ് തുടങ്ങിയത് നമ്മളാണ്. സൂപ്പർ മാർക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ക്രിസ്ത്യൻ ഡിവോഷനിൽ മാത്രമേ ഉള്ളൂ, സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാ ആൾക്കാരും വരുന്നില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴും കേരളത്തിലെ പല മെയിൻ സൂപ്പർ മാർക്കറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചെറിയൊരു സ്റ്റാൻഡ് ഇരിപ്പുണ്ടോ 3-4 കള്ളിയായിട്ട്, അങ്ങനെ അവിടെ നമ്മുടെ കാസറ്റ് ഡിസ്പ്ലേ ചെയ്യുക. അങ്ങനെ ആദ്യം ഞാൻ മലബാർ കണ്ണൂർ ഏരിയ, കാസർഗോഡ് ആ ഏരിയയിലെല്ലാം, തളിപ്പറമ്പ് തലശ്ശേരി അങ്ങനെ ഏരിയയിലെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. കുറേ കാസറ്റുകളുടെ, അതായത് ഇവിടുന്ന് ജോഷിൻ്റെ ട്രാവലറെ വിളിച്ച് ഇവിടുന്ന് കുറേ CD സ്റ്റാൻഡ് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ചുങ്കാർ റോട്ടിലെ അറോറയിൽ സ്റ്റാൻഡും ഉണ്ടാക്കി നമ്മൾ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. അവിടെ എല്ലാം മിക്കയിടത്തും നല്ല സെയിലുണ്ടായിരുന്നു. അങ്ങനെ അത് കേരളം മുഴുവൻ, ഇപ്പോൾ നമുക്കെല്ലാവർക്കും സുലഭ പോലത്തെ അല്ലെങ്കിൽ മൾട്ടി മൂലൻസ്, ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ അതിൻ്റെ മെയിൻ ആളെ പോയിക്കേണ്ട എല്ലാ കേരളത്തിൻ്റെ അങ്ങ് മുക്കോട്ട് മൂല വരെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളും നമ്മൾ കൗണ്ടർ ഇടുകയും അപ്പോൾ ബൾക്ക് CD ഇറങ്ങിപ്പോവുകയും അത് നല്ല രീതിയിൽ സെയിലാവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് കുറച്ച് ഇവരെ ഇവിടെ നിന്ന് തെറിയും പടം കേൾക്കിട്ടുമ്പോൾ അവരുടെ മുങ്ങിയൊക്കെ പോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചൊക്കെ പിടിച്ച് നിന്ന് കുറേശ്ശെ പൈസയൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ പയ്യെ ഡോർ ടു ഡോർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പല ധ്യാന കേന്ദ്രങ്ങൾ നമ്മൾ തന്നെ ഡയറക്റ്റ് പോകും. അപ്പോൾ പല ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെല്ലുന്നതുകൊണ്ട് ജിനോന്നുപുറത്ത് പറഞ്ഞാൽ പല ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെല്ലുമ്പോൾ അവർക്കൊരു ഇഷ്ടം. ഇപ്പോൾ നമ്മളവിടെ കടയിൽ നിൽക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് അൽഫോൻസാമയുടെ ഭരണങ്ങാനത്തുള്ള, അവിടെയുള്ള എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. അപ്പം നമ്മളവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൗണ്ടറിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഈ വലിയ ധ്യാനങ്ങൾ കിടക്കുമ്പം അവിടെ കൗണ്ടർ ഇടുക. മലയാറ്റൂർ പള്ളിയിൽ എല്ലാ വർഷവും തീർത്ഥാടനത്തിന് വന്നിട്ടുള്ള
മിക്ക ആൾക്കാർക്കും അറിയാം. അവിടെ മലയാറ്റൂരിലെ അടിവാരത്ത് നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ എൻ്റെ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ വരാതെ പോകാൻ പറ്റിയല്ലോ. ഒരു 5-8 വർഷം ആ ഏരിയ കംപ്ലീറ്റ് ലേലത്തിൽ പിടിച്ച ആളാണ് ഞാൻ. നിങ്ങൾ പലപ്പോഴും കൗണ്ടറിൽ നിൽക്കുന്നവരെ ഞാൻ ആ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ തൊട്ട് മിക്ക ദിവസം ഞാനുണ്ടാവും അവിടെ. ഫുൾ പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ കാസറ്റ്. നിങ്ങൾക്കറിയാം ഭയങ്കര ബഹളമായിരിക്കും, ഈ പാട്ടിൻ്റെ ബഹളമായിരിക്കും. അവിടെ നിന്ന് അങ്ങനെ കയറി പോകാൻ പറ്റുള്ളൂ. താഴെ നടന്നു പറ്റും. ആ പോകുന്ന വഴിക്കെല്ലാം സ്റ്റാളുണ്ടോ, അതിനകത്ത് ഒരു 80% സ്റ്റാളും ഈ പറഞ്ഞ എൻ്റെ ഞാനവിടെ അങ്ങനെ സ്റ്റാളുകളിട്ടും പള്ളികൾ അവളുടെയൊക്കെ ഇട്ടും ഒരു തരത്തിൽ ഞാൻ പയ്യെ പച്ചപിടിച്ച് വന്ന് അങ്ങനെയാണ് പിന്നീട് യഹോവേ, ഗുരു അങ്ങനെയൊക്കെ ചെയ്ത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് കുറച്ചുകൂടെ നിൽക്കാറായപ്പോഴത്തേന് പിന്നെ എൻ്റെ അടുത്തൊരാഗ്രഹം ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ആരും പോകാത്ത വഴികളിലൂടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പാട്ടുകൾ ചെയ്യണം. ആരും അവതരിപ്പിക്കാത്ത നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിഷ്യന്മാരെ ഈ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് അവതരിപ്പിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉള്ളിൽ തോന്നി. ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മാസ്റ്റർ ജോൺസ് മാഷാണ്. ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ മെയിൻ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജോൺസ് മാഷിലേക്ക് തിരിയുന്നത്. അപ്പോൾ ജോൺസ് മാഷിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ജോൺസ് മാഷിൻ്റെ പാട്ടറിയാം. നമ്മുടെ സല്ലാപം തൊട്ട് എന്തോ ഒരു ഹിറ്റ് പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ RR, നമ്മുടെ മണിച്ചിത്രത്താഴിലെ RR മാത്രം കേട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ജോൺസ് മാഷിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് എനിക്കൊരു ലാൻഡ് ഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ കിട്ടി. അപ്പോൾ ഞാൻ ആ സമയത്തെല്ലാം ചെന്നൈയിലും കുറേ വർക്കുകളൊക്കെ ആയിട്ട് ചെന്നൈയൊക്കെ ആയിട്ട് സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റുഡിയോകളിലൊക്കെ പോയി അങ്ങനെ കുറച്ച് കണക്ഷനും കൂടെ ആയി. അപ്പോൾ ജോൺസ് മാഷിനെ വിളിച്ചപ്പോൾ ആദ്യം റാണി ചേച്ചി വൈഫ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭക്തിഗാനങ്ങൾ മാത്രം ഇറക്കുന്ന ഒരാളെ, എൻ്റെ പേര് ജിനോ എന്നാണ്. അപ്പോൾ എനിക്ക് മാഷിനെ ഇത് കാണാൻ പറയാനാണ്. അന്നേരം പറഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല മാനെ, ഇപ്പോൾ ഞങ്ങൾ ആരെയും കാണിക്കുന്നില്ല, മാഷ് അത്ര സുഖമില്ല, പിന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നേ ഇല്ല, സിനിമ പോലും ചെയ്യുന്നില്ല, അപ്പോൾ വർക്കിൻ്റെ കാര്യമൊന്നും അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രതീക്ഷ അങ്ങ് മങ്ങി. പക്ഷെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു കാര്യം മനസ്സ് വിചാരിച്ചാൽ അത് നഷ്ടപ്പെട്ടാലും കിട്ടിയാലും തോറ്റോടുന്നൊരു പരിപാടി അത് ഇപ്പോഴില്ല എന്നുമില്ല. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. തോറ്റോടുന്നവരുടെ കിട്ടിയേക്ക് ഇഷ്ടമില്ല നോക്കും. എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഉറപ്പണെങ്കിൽ മാത്രമേ വിട്ടിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ജോൺസൺ മാഷിൻ്റെ വീട്ടിൽ വിളിക്കാതെ പോവാണ്. വിളിച്ചാൽ ചെല്ലണ്ടെന്ന് പറയുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് വിളിക്കാതെ ഓട്ടോറിക്ഷ വിളിച്ച് അവർ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. റാണി ചേച്ചി വന്നു, തുറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള ജിനോ എന്ന് പറഞ്ഞ ആളാണ്. അയ്യോ മോനെ, ഞാൻ പറഞ്ഞല്ലേ വർക്ക് ചെയ്യുന്നില്ല, അതിൽ സാറിനെ മാഷിനെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരുന്നുകൊണ്ട് പുള്ളിക്കാർ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരുത്തി. എന്നിട്ട് ആളകത്ത് പോയി ജോൺസ് മാഷിൻ്റെ അടുത്ത് എന്നെ ഭയം വന്നെന്ന് പറഞ്ഞു. എന്തോ ദൈവകൃപയിലെ ജോൺസ് മാഷ് എന്നെ കാണാൻ അനുവദിച്ചു. അങ്ങനെ ഞാൻ മുറിക്കകത്ത് കയറുമ്പോൾ നമ്മളെല്ലാം ആരാധിക്കുന്ന ജോൺസ് മാഷിൻ്റെ വേറൊരു വെച്ചാൽ ജോൺസ് മാഷിന് നേരെ ഒന്നും ശരിക്കും നിൽക്കാൻ പോലും പറ്റാത്ത ആൾ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഡിപ്രഷനൊക്കെ ആയിട്ടുള്ള മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഓർമ്മയൊന്നും അത്രയില്ല. മുണ്ടൊക്കെ കഴിഞ്ഞാൽ പോലും ഉടുക്കാനൊക്കെ പാടാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടത്. പക്ഷേ എന്നാലും ജോൺസ് മാഷിൻ്റെ എന്നെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കെട്ട് CD ഞാൻ ഇറക്കിയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്ത കുറേ കെട്ട് CD, അതിനകത്തെ കർത്താവിൻ്റെ നല്ല ഫോയിൽ ചെയ്ത കർത്താവ് സൃഷ്ടാവ് നല്ല നല്ല കവറുകൾ ആ മോളി വെച്ച് ഞാൻ ജോൺസ് മാഷിനെ മുറി ചെയ്യുന്നു. മാഷിനോട് പറഞ്ഞു, മാഷേ ഞാൻ അങ്ങയുടെ പാട്ടിൻ്റെ ആരാധനയാണെന്ന് ഞാൻ പറയുന്നില്ല, അതിലപ്പുറത്ത് അങ്ങേ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ മറ്റേ ഇതിലെ വിശ്വം കാക്കുന്ന അതുപോലെ ഒരു എത്രയോ പാട്ടുകൾ അങ്ങ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ കാസറ്റുകൾ കൊടുത്തു, ഇത് മുഴുവൻ ഞാൻ ചെയ്തതാണ് CD-കൾ. അപ്പോൾ ഈ തിളങ്ങണ CD കണ്ടിട്ട് പറഞ്ഞു ഇത് കൊള്ളാലോടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാഷേ എൻ്റെ ഒരു ജീവിതത്തിലെ തന്നെ വലിയൊരു ആഗ്രഹമാണ് അങ്ങേ വെച്ചൊരു വർക്ക് ചെയ്യുക എന്നുള്ളത്, അങ്ങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങ് എനിക്ക് ഒരു വർക്ക് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ മാനെ, എനിക്കിപ്പോൾ വർക്ക് ചെയ്യാൻ കണ്ടില്ലേ, ഇതൊന്നും എനിക്ക് പറ്റുന്നൊരു അവസ്ഥയല്ല, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അങ്ങ് ഇനി സിനിമയിൽ അങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു ഭക്തിഗാനത്തിലൂടെ ഫീൽഡിലേക്ക് വരാമല്ലോ, അതുകൊണ്ട് എന്നോടൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരം പുള്ളി പറഞ്ഞു ഓക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് കാസറ്റ് അന്നേരം എന്നോട് ചോദിച്ചു ഒരു പാട്ട് ചെയ്യാനാണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയല്ല, ഒരു ആൽബം പോലെ ചെയ്യാനാണ് മാഷയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ നോക്കൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ പോലെ കിട്ടി. ഞാനിവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ എൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. 3 മാസം കഴിഞ്ഞപ്പം ആൾ പറഞ്ഞു, ജോൺസ് മാഷ് പറഞ്ഞു നമുക്ക് കാണാമെന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചെന്നു. അന്നേരം ഈ റാണി ചേച്ചി പറയാതെ ജിനോ മോൻ വന്നിട്ട് പോയ പിന്നെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു എനർജി കിട്ടിയതിലായിപ്പോയി. ആരും പിന്നെ ഇങ്ങനെ വിളിക്കാറുള്ള അല്ലാതെ വർക്ക് ചെയ്യാമെന്നോ സിനിമയുടെ കാര്യം അങ്ങനെയൊന്നും പറഞ്ഞ് വിളിക്കാറില്ല. പിന്നെ കാണാൻ വരുമ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ അങ്ങനെയൊന്നും ആരോടും വരണ്ടെന്ന് പറയും. പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു എനർജി കിട്ടിയവരായി എന്ന് പറഞ്ഞു. എന്നിട്ട് ജോൺസ് മാഷ് അപ്പോഴത്തേനും ഗസ്റ്റ് റൂമിലേക്ക് വന്നു, വർക്ക് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ജോൺസൺ മാഷ് പറഞ്ഞു നമുക്കൊരു കാര്യം, ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിനെ കൊണ്ട് എഴുതിക്കണം, എൻ്റെ സുഹൃത്തവൻ, അവനെ കൊണ്ട് എഴുതിക്കണം, അതുപോലെ ONV സാർ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ചിന്തകളിലേക്ക് ഇനിയും പോയില്ലായിരുന്നു. ഇവിടെയുള്ള ആരെ കൊണ്ട് എഴുതിക്കാമെന്നായിരുന്നു എൻ്റെ വിചാരം. അപ്പോൾ ഓക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് തിരുപ്പൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു വലിയൊരു ബനിയൻ കമ്പനി നടത്തുന്ന ആളുണ്ടായിരുന്നു. ആൾ ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്, മിൽട്ടൺ എന്ന് പറയും. മിൽട്ടൺ സാറ് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു മനുഷ്യനാണ്, ഒരുപാട് ചാരിറ്റി നമ്മൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഫണ്ട് സെറ്റാകില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഫണ്ട് ചെയ്യാമെന്ന്, വലിയൊരു ഫണ്ട്, ഇപ്പോൾ പോലും അങ്ങനെ ഒരു വർക്ക് അത്ര ഫണ്ട് വേണ്ട വർക്ക് ചെയ്യാൻ ആൾ തന്നു. ചെറിയ ഫണ്ടായിരുന്നു പറഞ്ഞത്, പിന്നെ അത്ര ആയി. അങ്ങനെ ഞാൻ ONV സാറിൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ONV സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജോൺസൺ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാഷ് എടുക്കാമെന്ന് പറഞ്ഞു. കോഴിക്കോട് ഞാൻ പോയി നമ്മുടെ ഗിരീഷ് പുത്തൻ സാറിൻ്റെ വീട്ടിൽ പോയി. ഗിരീഷ് പുത്തൻ സാറെന്നൊക്കെ പറഞ്ഞ് ഇത് ONV കുറിപ്പ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണില്ല. ONV സാറിനെയൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ദൈവം നേരിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച നെല്ലിമരത്തിൻ്റെ എന്തോരു പാട്ടുകൾ മനസ്സിൽ കിടക്കുന്ന ആളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഇനി ഓസ്കാർ കിട്ടുന്നതിനേക്കാൾ വലിയതാണ്. അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് എൻ്റെ വീട്ടിൽ വലിയതായിട്ട് ഫ്രെയിം ചെയ്ത് ഇപ്പോഴും വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞാൽ എത്രയോ പിന്നെയും പിന്നെയും എന്നുള്ള പാട്ടൊക്കെ രാത്രി കടന്ന് ഓർത്ത് കരയാത്ത ദിവസങ്ങളിൽ എത്രയോ നമ്മുടെ ഓരോരോ ഓർമ്മകൾ, അതുപോലെ ഹിറ്റ് പാട്ടുകൾ, സംരംഭത്തിലെയും ഒക്കെ, കാത്തിരിപ്പൂ കൺമണി, എത്രയോ പാട്ടുകൾ. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കസേര എടുത്തിട്ട് അയാൾ ഇങ്ങനെ നിലത്തിരിക്കുക. എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങി കയറിയിട്ട് അവിടെ എന്ന് പറഞ്ഞ് പുള്ളി പേടിപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇരുന്ന് പുള്ളി അവിടെ സ്പോട്ടിൽ ഇരുന്ന് കുറേ പാട്ടൊക്കെ എഴുതി. എനിക്ക് വേണ്ടി 9 പാട്ട് എഴുതി. എന്നിട്ട് ഈ പരിശുദ്ധനകത്ത് 3 4 പാട്ടേ ഇട്ടുള്ളൂ. ബാക്കി പിന്നീട് ഇറങ്ങിയ പല ആൽബങ്ങളും ഗിരീഷ് പുത്തഞ്ചേരി പാട്ടിറങ്ങി. അങ്ങനെ ONV കുറിപ്പും ഗിരീഷ് പുത്തഞ്ചേരിയും ഒക്കെ എഴുതി ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ പരിശുദ്ധൻ എന്ന ഒരു ഹിറ്റ് ആൽബം അങ്ങനെ ഉണ്ടാകുകയാണ്. ജോൺസൺ മാഷ് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രമ്മർ അനിയൻ ചാക്കോ എന്ന് പറഞ്ഞ ആൾ കണ്ടക്ട് ചെയ്തു, ഒരു ഡ്രമ്മർ ലാലപ്പൻ അത് കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ ആ ആൽബം എറണാകുളത്ത് ജോൺസൺ മാഷ് 15 വർഷം വർക്കില്ലാണ്ട് കിടന്നിട്ട് തിരിച്ചു വന്നതാണ്. ഇന്നുവരെ ആരും അത് ഒരു സ്ഥലത്തും പറഞ്ഞു. പലരും ജോൺസൺ മാഷ് അനുസ്മരണം നടത്തേണ്ട പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ജോൺസൺ മാഷ് തിരിച്ചു വന്ന് ഈ ആൽബത്തിലൂടെയാണെന്ന് ജോൺസൺ മാഷിൻ്റെ മകൾക്ക് ഷാനു അറിയാം. അത് കഴിഞ്ഞ് ഷാനുമായിട്ട് ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. ഷാനു വെച്ച് വർക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് ഷാൻ മരിക്കുന്നത്. റാണി ചേച്ചിക്കും അറിയാം, അവരുടെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം ജോൺസൺ മാഷ് തിരിച്ചു വന്നത് ഈ പരിശുദ്ധ ആൽബത്തിലൂടെ. ജോൺസൺ മാഷിനെ കുറിച്ച് പിന്നീട് റഫീഖ് എന്ന് പറഞ്ഞൊരു എഴുത്താൻ ഒരു പുസ്തകം ഇറക്കി. അതിനകത്ത് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ എന്നുള്ള ആൽബത്തെക്കുറിച്ച്. മാനത്തെ ഈശോയെ ഒന്നു വരാമോ ഈശോയെ, ഈശോയെ ഈശോയെ. ശ്രേയക്കുട്ടി എന്ന പാട്ടുകാരിയെ എത്രയോ ഹിറ്റ് പാട്ടുകൾ പാടി, മിനിങ്ങും മിന്നാ മിനിങ്ങും എന്നുള്ള പാട്ടൊക്കെ പാടി ഹിറ്റായ ശ്രേയക്കുട്ടീനെ മലയാള സംഗീത രംഗത്ത് അവതരിപ്പിച്ച പാട്ടാണ്. ഗോഡ് എന്ന ആൽബത്തിലെ പാട്ടാണിത്. അതുപോലെ അതിനകത്താണ് ശ്രേയ ഘോഷാൽ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഗായിക, നമ്മുടെ ലതാ മങ്കേഷ്കർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരും ഇഷ്ടപ്പെടുന്ന ശ്രേയ ഘോഷാൽ അന്നും ഇന്നും ഒരേ ഒരു ക്രിസ്ത്യൻ ഡിവോഷനിലെ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ. അത് സിയോൺ ക്ലാസിക്സിന് വേണ്ടി എനിക്ക് വേണ്ടി പാടിയ മഴയിലും വെയിലുമാണ്. അത് ഈ ഗോഡ് ആൽബത്തിലെയാണ്. ഗോഡ് ആൽബം ചരിത്രത്തിൽ തന്നെ ഒരു വിജയമായി. അതിൻ്റെ മാർക്കറ്റിങ് ലോകത്തുള്ള വിവിധ രാജ്യങ്ങൾ 26 രാജ്യങ്ങളിൽ ആ CD റിലീസ് ചെയ്തു.